അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് അത് ശിർക്കായി തീരും. അള്ളാഹു അല്ലാത്തവരെ കാണിക്കാനോ അവരുടെ പുകഴ്ത്തലുകൾ പ്രശംസകൾ നേടിയെടുക്കാനോ ചെയ്താൽ അത് ചെറിയ ശിർക്കാകും. അമലുകൾ പൊളിഞ്ഞു പോകും. ആദ്യത്തത് ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. രണ്ടാമത്തെ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും. മറ്റുള്ള എല്ലാ വൻ പാപങ്ങളെക്കാൾ കടുത്ത അപരാധമാണ് ശിർക്ക്, ചെറിയ ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന ഇഖ്ലാസാണ്. രണ്ടാമത്തെ നിബന്ധന സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. അവിടുന്ന് പഠിപ്പിച്ചതിന് എതിരായി ഒരു കാര്യം ചെയ്താൽ അത് ബിദ്അത്തായി തീരും. അതാണ് പുത്തനാചാരം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മാത്രമേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് തെളിവ്? എന്താണ് തെളിവ് സഹോദരങ്ങളെ? ഇതാ അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ നേരത്തെ നമ്മൾ കേട്ടു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്ന് കൊണ്ടുവന്ന് തന്നുവോ അത് നിങ്ങൾ മുറുകെ പിടിക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക.